ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്നതായിരിക്കും ഖാദർ കരിപ്പൊടി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഖാദർ കരിപ്പൊടിക്കെതിരെ ഉണ്ടെങ്കിൽ ഒരു കേസ് വന്നിരിക്കുകയാണ്. ഇത് കണക്ക് മുങ്ങി എന്നുള്ളൊരു വിവരം മനസ്സിലാവുന്നുണ്ട്. അതിനെ തുടർന്ന് ഇതേ കണക്ക് ഫിനാൻഷ്യൽ കാര്യമായിട്ട് എന്തോ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റിലാക്കി തരാം, അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്തേക്ക് വിളിക്കുകയും അതിന് ശേഷം ഉണ്ടെങ്കിൽ അയാളെ ഭയങ്കരമായിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാദർ കരിപ്പൊടി മാത്രമല്ല, 2-3 കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പിച്ചാത്തി എടുത്ത് കുത്താനൊക്കെ ശ്രമിച്ചു എന്നുള്ളൊരു കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുവാണ് യഥാർത്ഥ കാരണം എന്നുള്ള രീതിയിൽ ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്ന് ഓരോ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ പെട്ടെന്ന് ഇതേകണക്കുള്ളൊരു കേസ് വന്ന് പെട്ടെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നില്ല എന്തോ കാര്യമെന്നുള്ളത്. നേരത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആളെ പിടികിട്ടിട്ടില്ല. പോലീസ് ഉണ്ടെങ്കിൽ കേസ് എടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ പലയിടങ്ങളിലും പല ജില്ലകളിലും തിരയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഉണ്ടെങ്കിൽ ആളെയും കൂട്ടുകാരെയും ഒന്നും കിട്ടിയിട്ടില്ല. ആ ആക്രമിക്കപ്പെട്ട ആളുണ്ടെങ്കിൽ ഇത് കണക്ക് തന്നെ വിളിച്ച് വരുത്തി മനഃപൂർവ്വം ഉണ്ടെങ്കിൽ ഇത് കണക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. തനിക്ക് പൈസ തരാമെന്നുള്ള രീതിയിലാണ് വിളിച്ച് വരുത്തിയത്. പക്ഷേ ഇതേ കണക്ക് തന്നെ ആക്രമിക്കുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ലെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.